അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു കിട്ടി. നാളെയും ഇതേ കഥയാ, മറക്കണ്ട. ഓ, തനിക്കൊന്ന് ഓർമ്മിപ്പിക്കാതിരുന്നൂടെ? വന്ന വഴി മറക്കണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. ബട്ട് സ്റ്റിൽ ഒരു നിമിഷമെങ്കിലും ഞാനൊന്ന് ആശ്വസിച്ചോട്ടെ. യു ക്യാരി ഓൺ, ഞാൻ തടസ്സം നിൽക്കുന്നില്ല. ഇന്നത്തെ ദിവസം കൊണ്ട് ഒന്ന് ഈ ലോകം അവസാനിച്ചിരുന്നേ. ഏയ്, താനിങ്ങനെ സെൽഫിഷ് ആവല്ലേ. നാളെ എന്നത് എത്ര പേർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാവോ? നാളെ എന്നത് പുതിയ പ്രതീക്ഷയുടെ ദിനമല്ലേ? ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഹാ, പറയാൻ എളുപ്പമാ, നിങ്ങൾക്കാണേ പ്രാവർത്തികവും. പക്ഷേ എനിക്ക് ഈ നരക ജീവിതത്തിൻ്റെ മറ്റൊരു ദിവസമാണ് നാളെ. ഏയ്, താൻ പ്രതീക്ഷ കൈവിടല്ലേ, ഞാനില്ലേ തൻ്റെ കൂടെ. നീയുള്ള കാര്യമൊന്നും പറയണ്ട. നീ നാരണ്ട് പ്ലേറ്റ് ഇട്ട് പൊട്ടിച്ചാനാ ആ തള്ളച്ചിടെ വായിന്ന് ഞാൻ മൊത്തം കേട്ടത്. അബദ്ധം പറ്റിപ്പോയി മോളെ, അടുത്തെറ്റിയ ആനയും വീഴുമെന്നല്ലേ, ക്ഷമിച്ചേളാ. എന്തായാലും നടന്നു കഴിഞ്ഞതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. നിന്റെ കഞ്ഞൂടി ഞാനായിട്ട് മുട്ടിക്കുന്നില്ല. നീ സെൽഫിഷ് മാത്രമല്ല, സെൽഫ്ലെസ്സും കൂടിയാ. ഇത് ഞാൻ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണോ, പരിഹാസമായിട്ട് എടുക്കണോ? ബോത്ത്. ആ കള്ളിയങ്കാട്ട് നീലിങ് എത്തുന്നതിന് മുമ്പേ നീ ഇറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ അവരുടെ വായിരിക്കുന്ന മൊത്തം നിനക്ക് കേൾക്കാം. ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പണം തന്നില്ലെങ്കിലും ചെയ്യാത്ത തെറ്റിൻ്റെ എല്ലാം ചുമ്മാ മെക്കിട്ട് കയറിക്കോളും. നിനക്ക് മാസാമാസം സാലറിയിലും തരുന്നു. ഞാനാവട്ടെ 3 നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ശ്രേയ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ? താനൊരു MBA റാങ്ക് ഹോൾഡർ അല്ലേ? എന്നിട്ടെന്താ ഇവരുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ഇവിടെ തന്നെ ജീവിക്കുന്നേ? താൻ ഇവിടെ നിന്ന് പോയാലും തനിക്ക് നല്ലൊരു ജോബ് കിട്ടത്തില്ലേ? പറയാൻ എളുപ്പമോ ലിസ? ഞാനിവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതവർ വിചാരിക്കണം. ഈ നരകത്തിൻ്റെ വാർഡൻ അവരതൊരിക്കലും വിചാരിക്കത്ത് പോലുമില്ല. വേറെ ആർക്കെങ്കിലും ഈ സൗഭാഗ്യം കിട്ടുമോ? ഒരു MBA റാങ്ക് ഹോൾഡർ അവരുടെ വീട്ടിൽ സെർവൻ്റായിട്ട് നിൽക്കുന്നുവെന്ന്. പത്താരിക്. ശ്രേയ, എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം അത്. നിനക്കവർ ഈ വീട്ടിൽ ഒരു നായ്ക്ക് നൽകുന്ന വില പോലും തരുന്നില്ല. പക്ഷേ അവരെന്നെ ഇത്രയും വലിയ പൊസിഷനിലേക്ക് പഠിപ്പിച്ചു എന്ന് വെച്ചാൽ ഇംപോസിബിൾ. ഐഷ്, നീ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കണ്ട. എൻ്റെ തന്തപ്പടി മരിച്ച് നക്ഷത്രമാവുന്നതിന് മുമ്പേ എനിക്ക് ചെയ്ത ഒരേ ഒരു ഉപകാരം അത്. എന്തുപകാരം? അത് വേറെ ഒന്നുമില്ല, എന്നെ എത്ര നന്നായിട്ട് നോക്കുന്നോ ആ വിധത്തിലിരിക്കും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ. ഈ വീടിനകത്ത് നടക്കുന്നതൊന്നും പുറം ലോകം അറിയുന്നില്ലല്ലോ. അപ്പോൾ പബ്ലിക്കിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പഠിപ്പിച്ചല്ലേ? പക്ഷേ പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പബ്ലിക്ക് അവർക്ക് പുല്ലാണ്. ഞങ്ങളുടെ ഫാമിലി ലോയർ കാണാനായിട്ടാണ് ഇതെല്ലാം കാണിച്ചു വിട്ടുന്നത്. പപ്പ പോകുന്നതിന് മുമ്പേ ആരൊക്കെ എന്തിൻ്റെയൊക്കെ അവകാശികളാണെന്ന് എഴുതി വച്ചിരുന്നു. പക്ഷേ എൻ്റെ മോശ സമയമെന്ന് പറയട്ടെ, ആ ഡാഗിനിക്കും ജൂനിയർ ഡാഗിനിക്കും എൻ്റെ തന്തപ്പടി ഒന്നും എഴുതി വെച്ചില്ല. അതിൻ്റെ ചുരുക്ക എന്നോട് തീർക്കുന്നത്. പിന്നെ ആകെപ്പാടി പപ്പ അവർക്കും അവരുടെ മോൾക്കും കൊടുത്തത് എന്നെ എത്ര കാലം സംരക്ഷിക്കുന്നു അതുവരെ സംരക്ഷണവും ഈ ഫാമിലി മെമ്പർ എന്ന പരിഗണനയും. ഇതെല്ലാം അവർക്ക് കിട്ടണമെങ്കിൽ ലോയർ അങ്കിൾ വിചാരിക്കണം. ലോയർ അങ്കിൾ വിചാരിക്കണമെങ്കിൽ എനിക്ക് നല്ല സ്റ്റാറ്റസ് വേണം. അതുകൊണ്ടാണ് അവരെനിക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം തന്നത്. ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ ഇതെല്ലാം അവരുടെ കയ്യിലാണ്. ഓ, അപ്പം അതാണല്ലേ കാര്യം. നീ പെട്ടതാ മോളെ, അതുകൊണ്ടാ അവർ നിന്നെ വേറെ ഒരു ജോലിക്ക് വിടാത്തെ. സത്യം. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛന് നീ എന്ന് പറഞ്ഞ ജീവന. അതൊരു നഗ്ന സത്യം, അതെനിക്കറിയാം. എന്നോട് സ്നേഹം കുറവായതുകൊണ്ടല്ല, എൻ്റെ അമ്മയോട് പപ്പയ്ക്ക് സ്നേഹം കൂടിപ്പോയതുകൊണ്ടാ അമ്മ പോയതിൻ്റെ പിന്നാലെ പപ്പയും പോയത്. മരണത്തിന് പോലും അവരെ വേർപിരിക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ അപ്പന് പറ്റിയ ഒരേ ഒരു തെറ്റാണ് ഇവർ. അവരെ കെട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങേര് പോയി അമ്മയുടെ അടുത്തേക്ക് ഈ താടകയെ എൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ട്. നിന്റെ തന്തപ്പടിക്ക് നിന്നോട് സ്നേഹം കൂടിപ്പോയതാ ഈ അനുഭവിക്കുന്നതെല്ലാം. അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ. നിന്റെ പപ്പയും കൂടെ പോയാൽ നീ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് അവതരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങേരെ 2ാമത് കെട്ടിയേ.
പക്ഷേ അതിങ്ങനെയായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങളെല്ലാം ഇനിയും ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ മിക്കവാറും എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ദൈവത്തിനെയും വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും മാലാഖമാരെയും സ്വർഗത്തിലും മരം ചുറ്റി പ്രേമിക്കുന്ന എൻ്റെ പേരൻസിനെയും ഉടനെ കാണും. ഓ, എന്നെ ഈ നരകത്തെ വിട്ടിട്ട് അവർ സ്വർഗത്തിൽ ഡുവറ്റും പാടി രസിക്കണമായിരിക്കും. അത് കൊള്ളാം. സ്നേഹം കൂടിപ്പോയിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ലോകം എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പിശാച് എന്ന ഡാഗിനെ കേൾപ്പിച്ചു കൊടുത്തതുപോലെ ആയിപ്പോയി. ഞാൻ ഒറ്റയ്ക്കായി പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ തന്തച്ചട്ട ചെയ്ത ബുദ്ധിയെ ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ കിട്ടിയാൽ ഞാൻ കെട്ടിപ്പിടിച്ച് കടിക്കും. അത്രയ്ക്കും ഉണ്ടേ കൃതജ്ഞത. എന്നാ ശരി, നീ ആത്മകഥനോ പറഞ്ഞ് ഇവിടെ ഇരിക്കെ, ഞാൻ പോകുന്നു. ശരി, നിന്റെ ബോയ് ഫ്രണ്ട്, സോറി ഡോഗ് ഫ്രണ്ട് നിന്നെ മിസ് ചെയ്യുമായിരിക്കും. നീ പൊയ്ക്കോ. ജലസ് അടിക്കല്ലേ. പിന്നെ ഒരു പട്ടിക്ക് വേണ്ടി ജലസല്ല നിന്നെ അടിക്കും ഞാൻ. ഡോൺ കാൾ ഹിം പട്ടി. അതെൻ്റെ ബേബിയുടെ എത്തിക്സിന് കോട്ടം വരുത്തും. ഓ സോറി. ഡോൺ റിപ്പീറ്റ്. ഓ ആയിക്കോട്ടെ, ഞാൻ പോണു. നീ നിന്റെ സ്വപ്നത്തിലെ നായകനെ സ്വപ്നം കണ്ട് ഉറങ്ങിക്കോ. നായകനല്ല ബേബി, വില്ലൻ. എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത് വില്ലനാ. ഫസ്റ്റ് ഓഫ് ഓൾ, ആവശ്യമില്ലാതെ ഈ ഡാർക്ക് റൊമാൻസ് വെച്ച് തലയിൽ സ്റ്റോർ ചെയ്യുന്നത് നിർത്ത്. എന്നിട്ട് സാധാ പെൺകുട്ടികളെ പോലെ വല്ല രാജകുമാരനെയോ മന്ത്രികുമാരനെയോ സ്വപ്നം കാണും. നിനക്ക് നായകനും വില്ലനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ? ഇല്ല, പറഞ്ഞുതരാം. ഒരു നായകൻ ലോകത്തിന് വേണ്ടി തൻ്റെ പ്രണയത്തെ വിട്ടുകൊടുക്കും. പക്ഷെ ഒരു വില്ലൻ തൻ്റെ പ്രണയത്തിനു വേണ്ടി ഈ ലോകത്തെ തന്നെ കത്തിച്ച് ചാമ്പലാക്കും. ഇനി പറ, ഹീറോ ഓർ വില്ലൻ? സമ്മതിച്ചു മോളെ, നിന്റെ വില്ലൻ തന്നെയാണ് ബെറ്റർ. എന്നാൽ പിന്നെ നീ നിന്റെ വില്ലനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിക്കോ. ഞാൻ പോണു. ബൈ സിൻഡ്രല്ല. സിൻഡ്രല്ല എന്ന് മാത്രം പറയരുത്. സിൻഡ്രല്ലയ്ക്ക് ഫ്രണ്ടിൽ യൂദാസും ഇടത്തും വലത്തും കള്ളന്മാരും ഉണ്ടായിരുന്നു. എനിക്ക് മുൻപിൽ യൂദാസും ഒരു വശത്ത് മാത്രമേ കള്ളനുള്ളൂ. നീയായിട്ട് സിൻഡ്രല്ല എന്ന് പറഞ്ഞ് ആ തള്ളയ്ക്ക് അവിഹിതമൊന്നും ഉണ്ടാക്കി വെക്കരുത്. നിന്റെ നാക്കിനാണെ ഒടുക്കത്തെ ശക്തിയാണ്. പറഞ്ഞതുപോലെ നടക്കും. കഴിഞ്ഞ പ്രാവശ്യം നീ ആ തള്ളേനെ ഇരുത്തിയൊന്ന് പ്രാഗിയതിൻ്റെ അനന്തരഫലമായിട്ട് അവർ ബാത്റൂമിൽ നിന്ന് എണീറ്റിരിക്കാൻ പെട്ട പാടെ. അതുകൊണ്ട് അരുതാത്തതൊന്നും ദയവ് ചെയ്ത് പറയരുത്. എൻ്റെ വാക്കിന് അത്രയ്ക്ക് ശക്തിയാണേ. നീ നിന്റെ വില്ലനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. Where are you, my villain? Please take me from this hell. ശ്രേയ, ശ്രേയ! ഇവളെവിടെ പോയി കിടക്കുക? ഒരാവശ്യത്തിന് വിളിച്ചാൽ കാണില്ല. അമ്മ വിളിച്ചിരുന്നു? അതെ, ഞാൻ വിളിച്ചിരുന്നു. ഇപ്പോഴാണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നറിയാവോ? അമ്മേ, ഞാൻ കിച്ചണിലായിരുന്നു. അതാ വിളിച്ചത് ശ്രദ്ധിക്കാതിരുന്നത്. ഓ, പറയുന്ന കേട്ടാ തോന്നും അവിടെ വലിയ മലമറുപ്പ് ജോലിയാണെന്ന്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തലല്ലേ നിന്റെ ജോലി. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിളിച്ച കാര്യം, ഞാനും റോസും ഇവിടെ കാണില്ല. നാളെ വരൂ. അതുകൊണ്ട് ലഞ്ച് വേണ്ട. നിനക്ക് ഇന്നലത്തെ വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് കഴിച്ചോ. പിന്നെ ഞങ്ങളെല്ലാന്നും കരുതി ഞങ്ങളുടെ റൂമിൽ കയറുകയോ ഞങ്ങളുടെ സാധനങ്ങൾ തൊടുകയോ ചെയ്യരുത്. ഇത് നിന്റെ വീടാണെന്ന തോന്നൽ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കളഞ്ഞേക്ക്. ഇതെൻ്റെയും എൻ്റെ മോളുടെയും വീടാ, കേട്ടല്ലോ? എടി, നിന്നോടാ ചോദിച്ചേ, കേട്ടോന്ന്? നിനക്ക് നാക്കില്ലേ? കേട്ടു. ഡീ, നീ എൻ്റെ റൂമിൽ കയറിയായിരുന്നോ? ക്ലീൻ ചെയ്യാനായിട്ട്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറയണ എൻ്റെ റൂമിൽ കയറരുതെന്ന്? എന്താ പറ്റിയ മോളെ? ഞാൻ ഇവളോട് പറഞ്ഞതാ എൻ്റെ ഡ്രസ്സസ് ഒന്നും ടച്ച് ചെയ്യരുതെന്ന്. ഇവളെൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് എൻ്റെ കബോർഡിൽ വെച്ചേക്കുന്നു. ഡ്രസ്സെല്ലാം ബെഡിൽ അലങ്കോലമായി കിടന്നപ്പോ. നിർത്തടി നിന്റെ അധിക പ്രസംഗം. തുടരുത് എന്ന് പറഞ്ഞാൽ തുടരുത്, അത്ര തന്നെ. അമ്മേ, ഇവൾക്ക് ഇന്ന് ഈ വീട്ടിൽ പച്ചവെള്ളം കൊടുക്കരുത്. പട്ടിണി കിടന്ന് ചാവട്ടെ.
തമാശ. ശ്രേയ. ഏയ്, എനിക്കിതിപ്പോ ശീലമായി. അവർ രണ്ടുപേരും ഇന്നിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എവിടേക്ക്? നിനക്ക് റേസിംഗ് ഇഷ്ടമല്ലേ? ഒരുപാട്. ഞാനും അച്ഛനും തമ്മിലുള്ള ബോണ്ടിങ്ങിൽ മുക്കാഭാഗവും റേസിങ്ങിലൂടെയായിരുന്നു. അച്ഛന് റേസിംഗ് എന്ന് വെച്ചാൽ ക്രേസാ. ഓക്കെ ദെൻ, ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് യു വില്ലൻ. ഹേ വില്ലൻ, ഐ എം കമ്മിങ് ഫോർ യു. Car or bike? Car? Bring it on, bub. Let's get this done.
ആ അവളോടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നയാണല്ലോ. എന്താടാ നീ ആരെയാണ് അന്വേഷിക്കുന്നേ? അല്ലടാ, ഇവിടെ ആയിട്ടൊരു പെൺകൊച്ച്. ഇവിടെ ഒരു പെൺകുട്ടിയല്ല, ഒരു ഡസൻ പെൺകുട്ടികളുണ്ട്. ഓടാ, ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ, ബ്ലാക്ക് ഡ്രസ്സിങ് ഒക്കെ ഇട്ട്, നീണ്ട കറുത്ത മുടിയും മാൻപേയുടെ മിഴിയും തക്കാളി പോലത്തെ ചുവന്ന ചുണ്ടും ഫ്ലോലെസ് സ്കിന്നും. അതേതാ കൊച്ച്? ഡാ, ഷീസ് ലൈക്ക് എൻ ഏഞ്ചൽ, സോ ബ്രീത്ത് ടേക്കിംഗ്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ആ, അപ്പം നീ സ്വപ്നം കണ്ടായിരിക്കും. നീ ചുറ്റുമൊന്ന് നോക്കിയേ, ഇവിടെ ഏത് പെൺകുട്ടിയാ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള? എല്ലാം 1.5 കിലോ പുട്ടിയും വാരി തേച്ച് ഒരുമാതിരി പ്ലാസ്റ്റിക് ഡോൾ പോലെ. ആ, എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവളെ കണ്ടതാ. എന്താ മോനെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാ? ഇതുവരെ ആരെ കൊണ്ട് ഇളക്കാൻ പറ്റാത്ത നിന്റെ മനസ്സിലക്കിയ ആ കുട്ടീനെ എനിക്കൊന്ന് കാണണമല്ലോ. എന്നാ നീ ഇവിടെ നിന്ന് അവളെ കണ്ടുപിടിക്ക്, ഞാൻ പോകുന്നു. എടാ നിക്ക്, ഞാനും വരുന്നു. ഏയ്, എങ്ങനെയുണ്ടായിരുന്നു റേസ്? പോളി മോളെ, കുറേ ദിവസത്തിന് ശേഷം ഞാൻ എൻജോയ് ചെയ്തു. ഏയ്, നീ ഈശ്വരനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ കാര്യം? അവനാണോ നിന്റെ വില്ലൻ? ഒന്ന് പോടി, ആളാരാണെന്ന് നോക്കാൻ വേണ്ടിട്ടാ. ഓ ഓ, സമ്മതിച്ചു. നമുക്ക് കിട്ടാത്തതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. അപ്പോ എന്തോ ഉണ്ടല്ലേ? ഇറ്റ്സ് ജസ്റ്റ് എ ക്രഷ്. ഓ ഓ, ഫൈനലി. ഐ, മതി മതി, പോവാം. ഓക്കെ. ഡേയ്, കുടിച്ച് ചാവല്ലേടാ. നീ പേടിക്കണ്ട, ഞാൻ അത്ര പെട്ടെന്നൊന്നും പരലോകത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാ നിനക്കൊള്ളാം. ഏയ്, നോക്കടി ആഷർ, എന്നാ ലുക്കാടി, കടിച്ച് തിന്നാൻ തോന്നുന്നു. ഏയ്, ഹീസ് മൈൻ, ഓൺലി മൈൻ. എന്നാ നീ ചെന്ന് സംസാരിക്ക്, കുറെ ദിവസമായില്ലേ നിന്റേതാണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് പേടിയാ. ഈ ലുക്കൊക്കെ ഓക്കെ, ശരിയാ, പക്ഷേ ആള് ചൂടനാ. പുള്ളിക്കാരന് ഗേൾസ് അലർജി എന്നാ തോന്നുന്നേ. ഇനിയെങ്ങാനും പുള്ളിക്കാരൻ ഗേ ആണോ? ഏയ്, അതിന് സാധ്യതയില്ല. കാരണം പുള്ളിക്കാരൻ്റെ കൂടെയുള്ള എല്ലാവന്മാർക്കും ലൈനുണ്ട്. ഞാൻ അയാളുടെ കൂടെ കണ്ട ഏക സ്ത്രീവർഗം അയാളുടെ അമ്മയും പെങ്ങളെയും മാത്രമാ. ഞാനും. എടാ ആളിയാ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നിന്റെ ബാഡ് ബോയ് വൈബും നീ ഒരു വെർജിൻ ആയിരിക്കുന്നതും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോടോ. ഒരു പേരൻസ് എന്തൊക്കെ ചെയ്യരുതെന്ന് പറയുന്നു അതൊക്കെ മാത്രമേ നീ ചെയ്യുള്ളൂ. വൈ നോട്ട് ദിസ്? നിനക്കറിയോ, ഈ ഭൂമിയിലെ ഏറ്റവും പ്യൂറായിട്ടുള്ളത് പ്രണയമാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളായിരിക്കും. നമ്മളായി സ്നേഹിക്കുന്ന, നമ്മുടെ ശരിയെയും തെറ്റിനെയും ഒരുപോലെ പ്രണയിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ലൈഫ് ഗോയിങ് ടു ബി സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഭാവിയിൽ വിവാഹം കഴിക്കുന്ന കൊച്ച് വെർജിനാണെങ്കിൽ ഒരു പാർട്ട്ണറിന് മറ്റൊരു പാർട്ട്ണറിന് നൽകാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പായ ഗിഫ്റ്റാണ് ഇന്നസെൻസ്. എൻ്റെ ഭാര്യ അതെനിക്കായി സൂക്ഷിച്ചു വെച്ച് എന്നെ വിശ്വസിച്ച് എനിക്ക് തരുമ്പോൾ അതെനിക്ക് തിരികെ നൽകാൻ കഴിയില്ലെങ്കിൽ? ആർക്ക് വേണമെങ്കിലും നൽകാൻ കഴിയുന്നതല്ലല്ലോ അത്. ചില കാര്യങ്ങൾ അത് നമ്മുടേത് മാത്രമാണ്. ഞാൻ എല്ലാ അർത്ഥത്തിലും അവളുടേത് മാത്രമല്ലേ, അവൾ എൻ്റെയും. അപ്പോൾ എല്ലാവർക്കും ഇത് നൽകാൻ കഴിയില്ലല്ലോ. എൻ്റെ ശരീരം അതിൻ്റെ പ്രണയത്തിന് മാത്രമുള്ളതാണ്, എല്ലാവരുടെ മുമ്പിലും പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഇതെൻ്റെ ലോജിക്കാ, എല്ലാവരും ഇതിനോട് യോജിക്കണമെന്നില്ല. ബ്രോ, ഇത് നിന്റെ വായന കേൾക്കുമ്പോൾ ഇറ്റ്സ് സോ ഡിഫറെൻറ്റ്.
തൻ്റെ അവകാശത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാത്തെ? തനിക്ക് ആവശ്യത്തിന് തൻ്റെ എടുക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അവൻ്റെ അമ്മയും അനിയത്തിയും അല്ലേ. ബട്ട് സ്റ്റിൽ, നിനക്കറിയാവോ, എൻ്റെ 18 വയസ്സ് വരെ എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മിസ്റ്റർ ആൻഡ് മിസ്സസ് മനുവിൻ്റെ ഒറ്റ മോള്, 8 സ്വത്തും പണമുള്ള കുടുംബം, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരേ ഒരു അവകാശി. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം അമ്മ ജോബ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ താമസിച്ചു. അമ്മ പോയതിൻ്റെ പിന്നാലെ അച്ഛൻ ഡിപ്രഷനിലായി. അമ്മയില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി. അമ്മ മരിച്ച് 1 മന്ത് കഴിഞ്ഞപ്പോൾ പപ്പ വേറെ വിവാഹം കഴിച്ചു. ഞാൻ ഒറ്റയ്ക്കാകാതിരിക്കാൻ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പപ്പയും പോയി. പോകുന്നതിന് മുമ്പ് പപ്പ എന്നോട് പറഞ്ഞത്, ഇവരവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. 18-ാം വയസ്സിൽ വിവാഹം, 19-ാം വയസ്സിൽ കുഞ്ഞ്, അബ്യൂസീവായ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ അവരിവിടെയുള്ള കാലത്തോളം ജീവിതം എന്താണെന്ന് അവരും അവരുടെ മോളും അറിയട്ടെ എന്ന്. എത്രയൊക്കെ ആയാലും അവരും എൻ്റെ അമ്മയല്ലേ, എൻ്റെ അച്ഛൻ്റെ ഭാര്യ. എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഇനി അവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എന്നാലും നീ അത് കള. സമയം താമസിച്ചില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ കണ്ണ് അതവളുടെ അല്ലേ? ആ കണ്ണുകൾ എന്നെ ഇപ്പോൾ ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. ഹൂ ആർ യു? നീ ആരാ? ഇതേവരെ മറ്റാരും ഉണർത്താത്ത ഈ മനോഹര വികാരം എങ്ങനെയാ നീ എന്നിൽ ഉണർത്തുന്നേ? യു ആർ ഡ്രോയിങ് മീ ക്രേസി. പ്ലീസ് ലെറ്റ് മീ സ്ലീപ്പ്. ആഷിർ, എനിക്കറിയാം എനിക്ക് നിന്നെ ഒരിക്കലും കിട്ടില്ലെന്ന്. സോ പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹെഡ്. എനിക്കിതും കൂടി താങ്ങാൻ വയ്യ. അമ്മേ, ദേട്ടൻ വരുന്നു. എന്താ എല്ലാരും രാവിലെ തന്നെ ഒരു ചർച്ച? നിന്റെ കാര്യം തന്നെ, അല്ലാണ്ട് ആരെ കാര്യം പറയാനാ? അമ്മേ, ഇതും എന്റെ കല്യാണക്കാര്യമാണേ. എടാ, ഞാൻ പറയുന്നൊന്ന് നീ... അമ്മ പ്ലീസ് വേണ്ട. ആഷിർ, നീ എത്ര കാലം ഒഴിഞ്ഞു മാറും? ഞാൻ എനിക്കിഷ്ടമുള്ള ഒരാളെ കണ്ടെത്തും വരെ. ആഷിർ, അമ്മേ, അവര് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട. അവനായിട്ട് ഒരാളെ കണ്ടെത്തട്ടെ. ഓക്കെ ഫൈൻ, പക്ഷെ പെട്ടെന്ന് വേണം. അതെ, നിന്റെ മാരേജ് കഴിഞ്ഞിട്ട് വേണം കമ്പനി നിന്നെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ ജീവിതവും. ശ്രേയയ്ക്ക് തൻ്റെ സ്റ്റെപ്പ് ഫാമിലിയിൽ നിന്നും കൂടുതൽ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്നാലും തൻ്റെ സ്വന്തം ഫാമിലിയല്ലേ എന്ന് കരുതി അവളെല്ലാം സഹിച്ചു. അമ്മേ, എന്നാ ഇവളിവിടെ നടിച്ചിറക്കാൻ പോകുന്നേ? കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കുമോളെ. അവൾ ആ ഡോക്യുമെൻറ്റിലൊന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവളെ എത്രയും പെട്ടെന്ന് അതിനെ പുറത്താക്കാം. നമ്മളവളെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവൾക്കൊന്നിറങ്ങി പൊക്കിയൂടെ? അപ്പനോടുള്ള കൂറ ഈ കുടുംബത്തെ മുറുകെ പിടിച്ചോളാം എന്ന വാക്ക്. അതേസമയം അഷറാകട്ടെ ശ്രേയയ്ക്കുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഓരോ ദിവസവും അവൻ റേസിങ്ങിന് പോകുമ്പോഴും തന്നെ നിഗൂഢതയുടെ ആഴങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന അവളുടെ കണ്ണുകളെ അന്വേഷിച്ചു. നീ ആരാ? എന്തിനാ പെണ്ണെ എന്നെ ഇങ്ങനെ വട്ടുപിടിപ്പിക്കുന്നേ? നീ എനിക്കായിട്ടുള്ളതാണെങ്കിൽ പ്ലീസ് എൻ്റെ അടുത്തേക്ക് വാ. ഇന്നേ വരെ ഒരു പെണ്ണും എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ പിടിച്ച് കുലുക്കിയിട്ടില്ല. പ്ലീസ്, ഞാൻ നിന്നെ കണ്ടുപിടിക്കും വരെ എനിക്കായിട്ടൊന്ന് വെയിറ്റ് ചെയ്യേ. ഒരിക്കൽ ഞാൻ നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആർക്കായിട്ടും യാതൊന്നിനായിട്ടും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല.
ഏയ് സാരല്ല. പിന്നെ അമ്മ വരാൻ 2 ദിവസവും. ഇന്ന് വൈകിട്ട് ഇവിടെ ഒരു പാർട്ടിയുണ്ട്. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോണം. ഞങ്ങളുടെ കൺമുമ്പിൽ വന്നു പോകരുത്. ശരി. പിന്നെ അമ്മ ചോദിച്ചാൽ ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്ത് പാർട്ടിയാ, എങ്ങനത്തെ പാർട്ടിയാണെന്നൊന്നും വിവരിക്കാൻ നിൽക്കണ്ട. ഈ നേരത്തെ എവിടേക്കാ തമ്പ്രാട്ടി? ഫ്രണ്ടിൻ്റെ വീട്ടിൽ പാർട്ടിയുണ്ട് ബ്രോ. പാർട്ടി? എങ്കിൽ ഞാനും ഉണ്ട്. നല്ലതാ, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ആളുമായി. നീയായിട്ട് നിർത്തുന്നോ അതോ ഞാൻ നിർത്തണോ? ഓ വേണമെന്നില്ല, ഇപ്പോഴേ സമയം താമസിച്ചു. Like my leash, I told them that I'm focused and want that all of me, so I can listen to my own shit. എന്നാ ശരി, നീ ഇവിടെ മൊത്തം തണ്ടിക്കോ, ഞാൻ പോന്നു. നീ എന്തോ കാണിക്ക്. നേരത്തെ കാലത്ത് വീട്ടിൽ കയറണമെന്നുള്ള കാര്യം മറക്കാതിരുന്നാ കൊള്ളാം. സെറ്റ്, നീ പോയുള്ള സമയത്ത് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടെ വരും. അങ്ങനെ ആ മരണം പോയി. ഇനി ഞാനോട് എന്ത് ചെയ്യാനാ? ആവേശത്തിന് ചാടിക്കേറി വരെയും ചെയ്തു. തൽക്കാലം ഇവിടെ എങ്ങാനും ഇരിക്കാം. ഇവിടെ കൂടുതൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണല്ലോ. ആ, ടക്കലയുടെ സ്ഥാനത്ത് കൊക്കക്കോളയായിരുന്നു ഞാൻ എൻ്റെ 18 വയസ്സിൽ കുടിച്ചേ. വന്നിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, അതിനു മുമ്പേ ബോറടി തുടങ്ങി. ഞാനിവിടെ ഇരുന്ന് പോസ്റ്റ് ആവുക. വരണ്ടായിരുന്നു. ജോഷുവിനെ വിളിച്ചാലോ? അല്ലേ വേണ്ട, അവ മറ്റുള്ളവരോട് സൂഹിക്കുമായിരിക്കും. ചുമ്മാ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ടക്കിയില്ലെങ്കിൽ ടക്കിയില്ല, ഇവിടെ വന്നിട്ട് അതേലും കിട്ടിയല്ലോ. ജീസസ്. ഡി, ദേ അവള് വരുന്നുണ്ട്. വരട്ടെ. ഇന്ന് സാരിയിലാണല്ലോ. അതുപോലെ ഇന്നും എല്ലാവരുടെ അറ്റൻഷനും അവളെ തന്നെയാ. എന്നെ എന്തിനാ വിളിച്ചേ? അതെ, വിളിച്ചായിരുന്നു. അല്ല, ഇന്നെന്താ പ്രത്യേകിച്ച്? സാരിയിലൊക്കെയാണല്ലോ എഴുന്നള്ളിപ്പ്. ലിസി നിർബന്ധിച്ചപ്പോൾ ഞാൻ കരുതിയില്ല നിങ്ങളെന്നെ ഇപ്പോൾ വിളിക്കുമെന്ന്. ഓ അങ്ങനെ. എന്നെ എന്തിനാ വിളിച്ചേ? ഞാനാ അവളോട് നിന്നെ വിളിക്കാൻ പറഞ്ഞേ. എന്തിന്? അതോ, ദേ ഈ കബോർഡിനകത്ത് എൻ്റെ ബ്ലേസർ ഇരിപ്പുണ്ട്, ഒന്നെടുത്തിയെന്നേ. നിനക്കാട്ടതങ്ങ് എടുത്താൽ പോരെ, എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയേ? റോസ് പറയുന്നത് ഞാൻ കേൾക്കും, കാരണം അവളെൻ്റെ അനീതിയാ. പക്ഷെ നീ എൻ്റെ ആരുമല്ല, അതുകൊണ്ട് എനിക്ക് ഓർഡർ തരാന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. കാരണം ഞാൻ നിൻ്റെ സെർവൻ്റ് അല്ല. നീ കൂടുതൽ അലയ്ക്കണ്ട, പറഞ്ഞതങ്ങ് ചെയ്താൽ മതി.
ഇറ്റ്സ് ഓൾ റൈറ്റ് ഐ ഗെറ്റ് യു. റോസ്, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? അവൾ നിന്റെ ചേച്ചിയല്ലേ. അവൾ നിന്നെ എന്ത് ചെയ്തിട്ട് നീ അവളെ ഉപദ്രവിക്കുന്ന ഇങ്ങനെ? ലൈക്ക് എ കെയർ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്ക് യു അഷർ. ഇത് ഞാൻ അവളെ നോക്കിക്കോളാം. റോസ്, നീ എന്താ ഈ കാണിച്ചേ? Just chill, girl. It's just for fun. ഇതിനെയൊക്കെയാണ് തമാശ എന്ന് പറയുന്നത്. അഷർ, താനും ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയും നീ അവളോട് പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ നീ അവളുടെ സഹോദരിയാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. ബട്ട് അഷർ, ഞാൻ നിന്നോട് സംസാരിച്ച് നിൽക്കാനുള്ള സമയം എനിക്കില്ല. അഷർ വെയിറ്റ്. ഔച്ച്. അവൻ്റെ അറ്റൻഷനും അവളിലേക്കാണല്ലോ. ഞാനതിന് സമ്മതിക്കില്ല.